Hey guys, it's me Rahul from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. അപ്പടാ എല്ലാവരും വളരെ ആൻസൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സാറേ നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലാണ്ട് ഇതുവരെ ആയിട്ടും ഒരു ടൈം ടേബിൾ ഒന്നും തന്നെ റിലീസ് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ഞങ്ങളുടെ എക്സാമിന്റെ സ്ഥിതി എന്നൊരു കൺഫ്യൂഷനിൽ എല്ലാവരും നിൽക്കുകയാണ് അല്ലെ. പക്ഷേ എടാ ഇതാ നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ഗവൺമെന്റ് സൈറ്റിൽ കൂടെ തന്നെ നമ്മളുടെ +2 ക്രിസ്മസ് എക്സാമിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാമിന്റെ നമ്മളുടെ ഒഫീഷ്യൽ ടൈം ടേബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡിസംബർ 9th നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ എക്സാമുകളും നമ്മൾക്ക് രാവിലെ കൃത്യം 9:30 തന്നെ തുടങ്ങുകടാ. ഓക്കെ, അപ്പൊ ഇതാ സാറ് നമ്മുടെ ഒഫീഷ്യൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ടൈം ടേബിൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവാണ്. യെസ്, ഇതാണ് നമ്മളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന്റെ ഡിസംബർ 9th സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്മസ് എക്സാമിന്റെ ഒഫീഷ്യൽ ടൈം ടേബിൾ. ഓക്കെ, അപ്പൊ കറക്റ്റ് 9th നമുക്ക് തുടങ്ങുന്നത്. അപ്പൊ നോക്കിക്കോടാ, 9th നമ്മൾക്ക് വരുന്നത് യെസ് ഫിസിക്സിന്റെ എക്സാം ആണ്. ഓക്കെ, സോ ഫിസിക്സ് എക്സാം ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് 9th, ദാറ്റ് ഇസ് മൺഡേ ഓൺ 4 noon, ദാറ്റ് ഇസ് കറക്റ്റ് സമയം പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ 9:30. ഓക്കെ, കറക്റ്റ് 9:30 നമ്മൾക്ക് കറക്റ്റ് മോർണിംഗ് 9:30 ആവുമ്പോൾ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് 9th ഏതാണടാ? ഫിസിക്സ് ആണ് സബ്ജക്ട്. ശേഷം പിന്നെ നമ്മൾക്ക് ഒരു ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പോവുകയാണ് ടൈം ടേബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ 10th വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അന്ന് ബയോ സയൻസുകാർക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. 10th വരുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ആണ്. അതും നമ്മൾക്ക് രാവിലെ 9:30 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് 11th യെസ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ മാത്സിന്റെ എക്സാം ആണ് നിങ്ങൾക്ക് 11th. അതും കറക്റ്റ് 9:30 ആകുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് വെനസ്ഡേ കഴിഞ്ഞു. പിന്നെ വ്യാഴാഴ്ച 12th ഡിസംബർ 12 നമ്മൾക്ക് വരുന്നത് കെമിസ്ട്രി എക്സാമും. ശേഷം 12th തേഴ്സ്ഡേ കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡേ നമ്മൾക്ക് ഒഴിവുണ്ട്, ശനി നമ്മൾക്ക് ഒഴിവുണ്ട്, ഞായർ നമ്മൾക്ക് ഒഴിവുണ്ട്. 3 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണടാ യെസ് ബയോളജി. കാരണം ബയോളജി നമുക്കറിയാം അത്രയും കണ്ടന്റുകൾ കൂടുതലുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ 3 days ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾക്ക് ബയോളജിയുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ബയോളജിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നതാണ്. അതും വലിയ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും അല്ലെ, അതേപോലെ ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷനും ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് വരുന്ന മെയിൻ ആയിട്ടുള്ള ബയോളജി വരുന്നത് ദാറ്റ് ഇസ് 16th മൺഡേ. അതും നമ്മൾക്ക് 9:30 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 16th കഴിഞ്ഞ് പിന്നെ ട്യൂസ്ഡേ വരുന്നു. യെസ്, നമ്മളുടെ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഇംഗ്ലീഷ് തുടങ്ങുന്നുണ്ട്. ദെൻ വെനസ്ഡേ 18th എന്താണ്? യെസ്, അതായത് നമ്മളുടെ പാർട്ട് 2 ലാംഗ്വേജസ് ആണ് നിങ്ങൾക്കുള്ളത്. മലയാളം, ഹിന്ദി, പിന്നെ സംസ്കൃതം, ഉറുദു, ഇതൊക്കെ അറബിക് എടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാർട്ട് 2 ലാംഗ്വേജസ് ആണ് നമ്മൾക്ക് 18th വരുന്നത്. ഇതോടുകൂടെ നമ്മളുടെ ബയോ സയൻസിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന്റെ ഒഫീഷ്യൽ ടൈം ടേബിൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി പഠിക്കാൻ ഒന്നും സമയമില്ല. ഈ ഒരു വീക്ക് നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ കൂടുതൽ ഫുൾ ചാപ്റ്റർ റിവിഷൻ വരുന്ന ഒരു സീരീസ് ഓഫ് ലൈവുകൾ തന്നെയാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം നമ്മൾ പഠിച്ച് സെറ്റാക്കി ഫുൾ മാർക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കും എന്നുള്ളത് MS സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ തന്നെ കൈപിടിച്ച് നടന്നോളൂ. ഈ ക്രിസ്മസ് എക്സാം നമ്മൾക്ക് തൂക്കിയെടുക്കാം. ഓക്കേടാ, അപ്പം നമുക്ക് വീണ്ടും ലൈവുകളുമായിട്ട് നമ്മുടെ MS സൊല്യൂഷൻസ് +2 യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ രാഹുൽ സൈനിങ് ഓഫ് ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.